സമുദ്രത്തിന്റെ നടുവിൽ ഒരു നിമിഷം കൊണ്ട് നിലച്ചുപോയ ജീവിതങ്ങൾ, റഡാറുകളിൽ നിന്നും മാഞ്ഞുപോയ വിമാനങ്ങൾ, നിഗൂഢമായ കാന്തിക ചുഴികൾ, വിൻസെന്റ് ഗൊദാർഡിന്റെ അസാധാരണമായ യാത്രാവിവരണം. ഇതൊക്കെ വെറും കെട്ടുകഥകളാണോ, അതോ ഇതിന്റെയെല്ലാം പിന്നിൽ നമ്മൾക്കറിയാത്ത മറ്റെന്തോ സത്യങ്ങളുണ്ടോ? ബർമുഡ ട്രയാങ്കിൾ, ആ സമസ്യയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. 1945 ഡിസംബർ 5-ാം തീയതി 5 അവഞ്ചർ യുദ്ധവിമാനങ്ങൾ ഫ്ലോറിഡയിലെ നേവൽ എയർ സ്റ്റേഷനിൽ നിന്നും പറന്നുയർന്നു. സാധാരണ പരിശീലന പറക്കലായിരുന്നു അത്. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ വിമാനത്തിന്റെ കാമ്പസുകൾ തകരാറിലായി. അവർക്ക് ദിശ തെറ്റി. ലീഡർ ലഫ്റ്റനന്റ് ടൈലർക്ക് താൻ എവിടെയാണെന്ന് മനസ്സിലായില്ല. അവസാനത്തെ സന്ദേശത്തിൽ അവർ പറഞ്ഞു, ഇന്ധനം തീരാറായി, എല്ലാവരും ഒരുമിച്ച് കടലിൽ പതിക്കാൻ പോവുകയാണെന്ന്. അതോടെ ആ വിമാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ മാഞ്ഞുപോയതുപോലെയായി. അവരെ കണ്ടെത്താൻ പോയ തെരച്ചിൽ വിമാനവും കാണാതായി. അവിടെ നിന്നുമാണ് ബർമുഡ ട്രയാങ്കിൾ എന്ന ദുരൂഹതയുടെ ആരംഭം. ഫ്ലൈറ്റ് 19ന്റെ തിരോധാനത്തിന് ശേഷം ഈ പ്രദേശം ദുരൂഹതകളുടെ പര്യായമായി മാറി. എന്നാൽ ഇതിനൊരു കൃത്യമായ പേര് നൽകിയതും പാശ്ചാത്യ ലോകത്ത് വലിയ ചർച്ചയാക്കിയതും മറ്റൊരാളാണ്, വിൻസെന്റ് ഗൊദാർഡ്. അദ്ദേഹത്തിന്റെ വിചിത്രമായ യാത്രാവിവരണങ്ങളും ആകാശച്ചുഴിയെക്കുറിച്ചുള്ള വിവരണങ്ങളും വലിയ ആളനക്കം സൃഷ്ടിച്ചു. ഗൊദാർഡ് ഒരു നോവലിസ്റ്റ് എന്നതിലുപരി ഉത്തരവാദിത്തമുള്ള ഒരു എയർ കൊമഡോർ ആയിരുന്നു. അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് സമൂഹം വില കൽപ്പിച്ചു. അദ്ദേഹം പറഞ്ഞ കഥ കാലത്തിലൂടെയുള്ള ഒരു യാത്രയെക്കുറിച്ചായിരുന്നു. ഭാവിയിലെ വിമാനത്താവളം കണ്ടുവെന്ന അദ്ദേഹത്തിന്റെ അവകാശവാദം സമാന്തര പ്രപഞ്ചങ്ങളെക്കുറിച്ചുള്ള സിദ്ധാന്തങ്ങൾക്ക് പുതിയ മാനം നൽകി. ഈ കഥകൾ ബർമുഡ ട്രയാങ്കിൾ എന്ന മിത്തിന് കൂടുതൽ ആഴവും ദുരൂഹതയും നൽകി. ആളുകൾ ചിന്തിച്ചു തുടങ്ങി, ശാസ്ത്രീയമായ വിശദീകരണങ്ങൾക്കപ്പുറം മറ്റെന്തോ ശക്തികൾ അവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. ആ ചിന്തകളാണ് പ്രശസ്തമായ മറ്റു ചില സിദ്ധാന്തങ്ങളിലേക്ക് വഴിതെളിച്ചത്. അതിൽ പ്രധാനപ്പെട്ടതാണ് അറ്റ്ലാന്റിസ് നഗരം. ഐതിഹ്യങ്ങളിലെ അതിവികസിതമായ ഒരു സംസ്കാരം കടലിൽ മുങ്ങിപ്പോയെന്ന കഥ. എഡ്ഗർ കേസിയെപ്പോലുള്ളവർ പ്രവചിച്ചത് ബർമുഡ ട്രയാങ്കിളിനടിയിലാണ് അറ്റ്ലാന്റിസിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതെന്നാണ്. അവിടുത്തെ ശക്തിയേറിയ ക്രിസ്റ്റലുകളാണ് ഈ പ്രദേശത്തെ അപകടങ്ങൾക്ക് കാരണമെന്ന വിശ്വാസമുണ്ടായിരുന്നു. അതല്ലെങ്കിൽ അന്യഗ്രഹജീവികളാണ് വിമാനങ്ങളെയും കപ്പലുകളെയും കടത്തിക്കൊണ്ടുപോകുന്നതെന്ന സിദ്ധാന്തവും കുറച്ചൊന്നും അല്ല ചർച്ചയായത്. ഈ കഥകളോരോന്നും ബർമുഡയുടെ ദുരൂഹതയ്ക്ക് പുതിയ മാനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ബർമുഡ ട്രയാങ്കിളിൽ ഫ്ലൈറ്റ് 19 പോര മാത്രമല്ല, USS സൈക്ലോപ്സ് പോലുള്ള കൂറ്റൻ കപ്പലുകളും കാണാതായിട്ടുണ്ട്. 1918 300-ലധികം ആളുകളുമായി ബാർബേഡോസിൽ നിന്ന് യാത്ര പുറപ്പെട്ട കപ്പലായിരുന്നു അത്. ഒരു വിവരവുമില്ലാതെ ആ കപ്പൽ അപ്രത്യക്ഷമായി. പിന്നീട് 1963 മറൈൻ സൾഫർ ക്വീൻ എന്ന ടാങ്കർ ഷിപ്പും 39 ക്രൂ അംഗങ്ങളും കാണാതായി. അമേരിക്ക മാത്രമല്ല, ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളുടെ കപ്പലുകളും വിമാനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. ബർമുഡ ട്രയാങ്കിൾ എന്ന മിത്ത് സിനിമകളെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. 1978 പുറത്തിറങ്ങിയ ദ ബർമുഡ ട്രയാങ്കിൾ എന്ന ചിത്രമാണ് ഇതിൽ പ്രധാനം. റെനെ കാർഡോണ ജൂനിയറാണ് ഇത് സംവിധാനം ചെയ്തത്. അറ്റ്ലാന്റിസ് നഗരം തേടിപ്പോകുന്ന ഒരു കുടുംബത്തെക്കുറിച്ചാണ് കഥ. ജോൺ ഹസ്റ്റണും ആന്ദ്രേ ഗാർസിയയുമായിരുന്നു ഈ പ്രധാന വേഷങ്ങളിൽ. വാണിജ്യപരമായി വലിയ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പലരുടെയും മനസ്സിൽ ഈ ചിത്രം ഒരു പേടി സ്വപ്നമായി തങ്ങി നിന്നു. മറ്റൊന്ന് 1980 പുറത്തിറങ്ങിയ ദി ഐലൻഡ് ആണ്. മൈക്കൽ കെയ്ൻ പ്രധാന വേഷത്തിലെത്തിയ ഈ ചിത്രം സംവിധാനം ചെയ്തത് മൈക്കൽ റിച്ചിയാണ്. എന്നാൽ ഇതിൽ അമാനുഷികമായ ഒന്നായിരുന്നില്ല ഡിസപ്പിയറൻസസിന് കാരണം. 17-ാം നൂറ്റാണ്ടിലെ പൈറേറ്റുകളുടെ പിൻഗാമികളായിരുന്നു. ഇതുകൂടാതെ ബാരി മാനിലോയുടെ ബർമുഡ ട്രയാങ്കിൾ എന്ന പാട്ടും പോപ്പ് കൾച്ചറിൽ വലിയ സ്വാധീനം ചെലുത്തി. ബർമുഡ ട്രയാങ്കിളിലെ അപകടങ്ങൾക്ക് ശാസ്ത്രം കണ്ടെത്തിയ പ്രധാന കാരണങ്ങളിലൊന്ന് കാന്തിക ചുഴികളാണ്. സാധാരണയായി നിങ്ങളുടെ കോമ്പസ് വടക്ക് ദിശയാണ് കാണിക്കുക. എന്നാൽ ഈ പ്രദേശത്ത് എത്തുമ്പോൾ ചിലപ്പോഴത് ഭൂമിശാസ്ത്രപരമായ വടക്കിന് പകരം കാന്തിക വടക്ക് കാണിക്കും. ഈ വ്യത്യാസം നാവികരെയും പൈലറ്റുമാരെയും വല്ലാതെ ധർമ്മസങ്കടത്തിലാക്കും. ദിശ തെറ്റി ലക്ഷ്യമില്ലാതെ അവർ പറക്കും, ഒടുവിൽ അപകടത്തിൽപ്പെടും. ഈ രഹസ്യം ശാസ്ത്രജ്ഞർ ഇപ്പോഴും പൂർണ്ണമായി അഴിച്ചെടുത്തിട്ടില്ല. അമാനുഷികമായ കഥകളെല്ലാം മാറ്റി നിർത്തി വസ്തുതകളിലേക്ക് നോക്കാം. ബർമുഡ ട്രയാങ്കിൾ അപകടങ്ങൾക്ക് ശാസ്ത്രം നൽകിയ പ്രധാന കാരണങ്ങളിലൊന്ന് തീവ്രമായ കാലാവസ്ഥയാണ്. പെട്ടെന്നുണ്ടാവുന്ന കൊടുങ്കാറ്റുകളും കൂറ്റൻ തിരമാലകളും വിമാനങ്ങളെയും കപ്പലുകളെയും തകർത്തെറിയാൻ പ്രാപ്തമാണ്. മറ്റൊന്ന് കടലിന്റെ അടിത്തട്ടിൽ നിന്നുള്ള മീഥേൻ വാതകത്തിന്റെ സാന്നിധ്യമാണ്. ഈ വാതകം വെള്ളത്തിന്റെ സാന്ദ്രത കുറയ്ക്കുകയും കപ്പലുകൾക്ക് മുന്നോട്ടു പോകാൻ കഴിയാതെ മുങ്ങിപ്പോവാനും കാരണമാകും. വിമാനങ്ങളെയും ബാധിക്കാം. പിന്നെ മനുഷ്യസഹജമായ പിഴവുകൾ, തെറ്റായ തീരുമാനങ്ങൾ, ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ, സാങ്കേതിക തകരാറുകൾ. ഇതിനെല്ലാം പുറമെയാണ് കാന്തിക ചുഴികളെപ്പറ്റിയുള്ള കണ്ടെത്തലുകൾ. അപ്പോൾ ഈ എല്ലാ കാരണങ്ങളും ചേരുമ്പോൾ ദുരൂഹതകളെല്ലാം മറനീക്കി പുറത്തു വരുന്നു. ബർമുഡ ട്രയാങ്കിൾ ഒരു വലിയ മത്സരക്കളമല്ല, പ്രതികൂല സാഹചര്യങ്ങളുടെ ഒരു സവിശേഷ സമ്മേളനമാണെന്ന് നമുക്ക് ചുരുക്കി പറയാം. അപ്പോൾ ബർമുഡ ട്രയാങ്കിൾ വെറുമൊരു കെട്ടുകഥയല്ല. അവിടെ നടന്ന സത്യമായ അപകടങ്ങളും കാണാതായ വിമാനങ്ങളുടെയും കപ്പലുകളുടെയും കഥകളുമാണ് അതിനെ രഹസ്യങ്ങളുടെ കലവറയാക്കിയത്.
ശാസ്ത്രീയമായ വിശദീകരണങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞെങ്കിലും ഇന്നും അവിടുത്തെ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. ഒരുപക്ഷെ നമ്മൾക്കറിയാവുന്നതിനപ്പുറം എന്തോ സത്യങ്ങൾ അവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം. അപ്പോൾ ബർമുഡ ട്രയാങ്കിളിന്റെ രഹസ്യാന്വേഷണ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായ BR ലിക്വിഡിറ്റി ഹണ്ടർ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും നമ്മുടെ മുന്നോട്ടുള്ള വീഡിയോകൾക്ക് വലിയ പ്രയോജനമായിരിക്കും. അപ്പോൾ അടുത്ത രഹസ്യവുമായി വീണ്ടും കാണാം. നന്ദി.